മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മാരുതിയുടെ ഓൾട്ടോ കേട്ടൻ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ലുക്ക് വൈസ്, മൈലേജ് വൈസ്, അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ബലേനോ. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മാരുതിയുടെ വാഗനർ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ചെറിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റും. ലോ ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് കാറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് വരുമ്പോൾ 2018 മോഡൽ ഇഗ്നീസ് ഡെൽറ്റ. ഒരു 7 സീറ്റർ വാഹനം നോക്കുന്ന ആളുകൾക്ക് എറണാകുളം രജിസ്ട്രേഷനിൽ ഒരു മാരുതിയുടെ എർട്ടിഗ. ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ കുറച്ച് വലിയ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് റെനോൾട്ടിന്റെ കൈഗർ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് എറണാകുളത്ത് കാക്കാനാടുള്ള നമ്മുടെ മാരുതിയുടെ പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കാണ് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ വാഹനങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോയിലേക്ക് പോകാം. ആണല്ലേ? ഈ ഒരു മാസം നമുക്ക് ഒരുപാട് നല്ല വാഹനങ്ങൾ സ്റ്റോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. നമുക്ക് ഇവിടുന്ന് പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 50,000 റേഞ്ച് തൊട്ട് നമുക്കൊരു 17 ലക്ഷം റേഞ്ച് വരെയുള്ള വെഹിക്കിൾസ് നമുക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. 50,000 മുതലാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വാഹനങ്ങൾ ഓടിച്ചു പഠിക്കുന്ന വണ്ടികൾ നോക്കുന്നവർക്ക് പറ്റിയ സ്റ്റോക്ക് ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് എല്ലാ വാഹനങ്ങളും ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഇത് പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ വാല്യൂ ഷോറൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം. കാരണം എന്താണ്? നമുക്ക് ഒരു 9 കൊല്ലം പഴക്കം തൊട്ടുള്ള വെഹിക്കിൾസിനൊക്കെ വാറന്റി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാറന്റി ഉണ്ട്. പിന്നെ മാരുതി വാഹനങ്ങളാണെങ്കിൽ 3 ഫ്രീ സർവീസ് ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വിശ്വാസമായിട്ട് വാഹനം എടുക്കാൻ പറ്റുന്ന ഷോറൂമിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളൂ, ലോണും കാര്യങ്ങളൊക്കെ എത്ര ലോൺ ചെയ്യുന്നുണ്ട്? നമുക്ക് മാക്സിമം വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 80-85% വരെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 5 ഇയേഴ്സ് കിട്ടുകയും ചെയ്യും. 5 ഇയേഴ്സ് കിട്ടുകയും ചെയ്യും. ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും അല്ലേ? പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഷോറൂമിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത്. നമ്മൾ ലൊക്കേഷൻ വന്നത് എറണാകുളം കാക്കനാട് സെസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വരാൻ പറ്റുന്നവർ എന്തായാലും ഷോറൂമിലേക്ക് വരിക. ലോങ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ തരുന്ന വാഹനങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ താല്പര്യമെങ്കിൽ ഇവിടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു, നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വാഹനങ്ങൾ ഓരോന്ന് പരിചയം. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 പെട്രോൾ എഞ്ചിനിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. കൂടെ CNG കൂടെ ആകുമ്പോൾ മൈലേജ് നോക്കുകയുണ്ടല്ലേ? ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ 2016 മോഡൽ ഓൾട്ടോ 800 LX ആണ്. അതുപോലെ തന്നെ CNG കൂടി ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് ആണ്. 70,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, വേറെ മേജർ ആയിട്ടൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ 2.10 വരുന്നുള്ളൂ. 2.10 ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 75% നമുക്ക് ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് ഹോണ്ട കമ്പനിയുടെ ബ്രിയോ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് വരുമ്പോൾ 2014 മോഡൽ ഹോണ്ട ബ്രിയോ വി വേരിയന്റ് ആണ്. തേർഡ് ഓൺഷിപ്പ് ആണ് വണ്ടി. 61,000 കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ മാനുവൽ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ അല്ലേ? അതെ, കണ്ടീഷൻ. ചോദിക്കുന്ന പ്രൈസ്? ഇത് വരുമ്പോൾ 3 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഞങ്ങളെ കച്ചവടം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഇത് നമുക്കൊരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 80-85% ലോൺ ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ബാക്കി ലോണും ഞങ്ങൾക്ക് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂം ആണെങ്കിലും മാരുതി വാഹനങ്ങൾ മാത്രമല്ല എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണല്ലേ? ഹോണ്ടയുടെ ജാസ് ഡീറ്റെയിൽസ് തന്നെയായിരുന്നു. ഇത് വരുമ്പോൾ 2019 മോഡൽ ഹോണ്ട ജാസ് വി വേരിയന്റ് ആണ്. പെട്രോളും മാനുവൽ വെഹിക്കിൾ ആണ് വണ്ടി. ഇത് വരുമ്പോൾ സിംഗിൾ യൂസ് കിലോമീറ്റർ 1,05,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വണ്ടി നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് നീറ്റ് വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നത് വിത്ത് 1 ഇയർ വാറന്റി നമ്മൾ കൊടുക്കുന്നത് 4,55,000 കൊടുക്കുന്നത്. 4,55,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റും. 1 വർഷത്തെ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് പേടിയില്ലാതെ എടുക്കാനും സാധിക്കും. ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ കുറച്ച് വലിയ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് റെനോൾട്ടിന്റെ കൈഗർ. ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുമ്പോൾ 2022 മോഡൽ റെനോൾട്ട് കൈഗർ RXT ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്. അതെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് വണ്ടിയാണ്. സിംഗിൾ യൂസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് വിത്ത് 1 ഇയർ വാറന്റി നമുക്കൊരു 580 കൊടുക്കാം. 580 5,80,000 1 ഇയർ വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 1 വർഷത്തെ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഏതാ വേരിയന്റ് ഏതാണ്? ഇത് വരുമ്പോൾ RXT ഓപ്ഷനിലാണ്. ഇതിന്റെ ഒരു ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ഒരു SUV സെഗ്മെന്റ് വാഹനമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. MG Hector അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇത് വരുമ്പോൾ 2020 മോഡൽ MG Hector ഷാർപ്പ് DCT ഓട്ടോമാറ്റിക് ആണ് വണ്ടി. പെട്രോൾ ഡീസൽ? പെട്രോൾ. ജെനുവിൻ കിലോമീറ്റർ ജെനുവിൻ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് ഏതാ വേരിയന്റ്? ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ എടുത്തു പറയുന്നില്ല. എല്ലാ സൺറൂഫ്, അലവിൽ, പുഷ്പെടുത്ത എയർ ബാങ്ക് എല്ലാം വരുന്ന ഫീച്ചർ
എല്ലാം വരുന്ന വാഹനം അല്ലേ? ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, അതായത് ഫുൾ കമ്പനി സർവീസ് ആണ്. അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിംഗ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് തന്നെ നമുക്കൊരു 8,75,000 ആണ്. ഒരു വലിയ വാഹനത്തിന് ചോദിക്കുന്ന ചെറിയ എമൗണ്ട് 8,75,000 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? ഇത് വരുമ്പോൾ 2019 മോഡൽ ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ് വേരിയന്റ് ആണ്. സെക്കൻഡ് ഓവർ കിലോമീറ്റർ 39,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ഹിസ്റ്ററിംഗ് ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററിംഗ് ഉള്ളതാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നും കയറിയിട്ടില്ല. ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് വരുമ്പോൾ വിത്ത് 1 ഇയർ വാറണ്ടി നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 4,30,000 ആണ്. 4,30,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറുതിലും മാറ്റം കണക്ക് ഉണ്ടാവും. പിന്നെ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കും, കാരണം ഒരു വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. ഒരു 7 സീറ്റർ വാഹനം നോക്കുന്ന ആളുകൾക്ക് എറണാകുളം രജിസ്ട്രേഷനിൽ ഒരു മാരുതിയുടെ എർട്ടിക, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ 2019 മോഡൽ എർട്ടിക ZXA പ്ലസ് ഹൈബ്രിഡ് വെഹിക്കിൾ ആണ്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പ് എത്ര? ഇത് വരുമ്പോൾ സെക്കൻഡ് യൂസർ 50,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് കാണാൻ പ്രോപ്പർ ആയിട്ട് കൊണ്ടു നടക്കുന്ന ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇത് നമുക്ക് 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്ലസ് 3 സർവീസും ഉണ്ടാവും. 3 ഫ്രീ സർവീസും. ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിലും പോകാം. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നത് 8,80,000 രൂപയാണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കണേ ആസ്കിംഗ് പ്രൈസ് അല്ലേ? ചെറിയ ഓഫർ ആയിട്ട് നമുക്ക് ആക്സസറീസ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം ഡിസയർ. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ 2017 മോഡൽ ഡിസയർ VXi AMT ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. പെട്രോൾ വെഹിക്കിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ് വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് എന്തെങ്കിലും? ഇല്ല, മേജർ ഒന്നുമില്ല. നമ്മുടെ ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി ഒരു വെഹിക്കിളും കൂടിയാണ്. എല്ലാം ചെക്ക് ചെയ്ത് എടുത്താണ്. നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ഇതിൽ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് 5,40,000 വരുന്നുള്ളൂ. 5,40,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. പിന്നെ പോരാത്തിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ആവശ്യക്കാർ ഏറെയുള്ള ഒരു വാഹനമാണ് മാരുതി റിറ്റ്സ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുമ്പോൾ 2016 മോഡൽ റിറ്റ്സ് LXA ആണ്. സിംഗിൾ യൂസ് 62,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വെഹിക്കിൾ. ഇതേതാ വേരിയന്റ് എന്ന് പറഞ്ഞാൽ? ഇത് വരുമ്പോൾ റിറ്റ്സ് LXA ആണ്. ബേസ് വേരിയന്റ് ആണ്. പക്ഷേ ഇതിൽ പവർ വിൻഡോസും കാണാനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോസ് നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് വന്നത് 3,20,000 രൂപയാണ് പ്രൈസ് വന്നത്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം കാണാനൊക്കെ കച്ചവടം ഉണ്ടാവും. പോരാതെ നമുക്ക് ലോണിൽ എടുക്കാൻ പറ്റും. ലോൺ എടുക്കാൻ പറ്റും. സിംഗിൾ യൂസ് ആയതുകൊണ്ട് നമുക്കൊരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 85% നമുക്ക് ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം 16 മോഡലും കൂടി ആയതുകൊണ്ട് നമുക്കൊരു 4 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. കുറെ കാലമായിട്ട് തപ്പി നടക്കുന്ന ഒരു വാഹനം നമ്മുടെ മുന്നിൽ നിന്ന് വന്നു പെട്ടിട്ടുണ്ട് അല്ലേ? അതെ. എന്താ പ്രത്യേകത? എന്താ? ഡോക്ടർ യൂസ് സിയാസ്. ഡോക്ടർ യൂസർ കാർ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനമാണ് ഡോക്ടർ യൂസർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് വരുമ്പോൾ 2015 മോഡൽ സിയാസ് ZXA പെട്രോൾ മോഡലാണ്. മാനുവൽ ട്രാൻസ്മിഷൻ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതൊരു കിലോമീറ്റർ ആകെ 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് യൂസർ ആണ്. ഇതിന്റെ പ്രൈസിങ് വന്നത് നമുക്കൊരു 5,25,000 ഇതിന്റെ പ്രൈസിങ് വരുന്നത്. 5,25,000 രൂപ ചോദിക്കുന്ന പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിയാസ് ആണ്. അതെ അതെ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല? വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. അത്യാവശ്യം ടയർ കണ്ടീഷനും ഉണ്ട്. വണ്ടി നീറ്റ് ആണ്. വണ്ടി ഓപ്ഷൻ ആണ്. അലോയില് പുഷ്പട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുമ്പോൾ 2020 മോഡല് ടിയാഗോ XZ പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് യൂസർ 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ്. കമ്പനി സർവീസ് കാണക്കുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. അലോയില് പുഷ്പട്ട കാണൊക്കെ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് വിത്ത് 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് 4,70,000 രൂപയാണ്. അതിൽ നമുക്കൊരു 5,000 രൂപയുടെ ഒരു ആക്സസറീസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജെനുവിൻ ആക്സസറീസ് ആണ് തരിക. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇവർ കോൺടാക്ട് ചെയ്യാം. ലോൺ മാക്സിമം വീഴില്ലേ? മാക്സിമം ഒരു വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 85-90% ലോണും കൊടുക്കാം. നമുക്കൊരു 5 ഇയേഴ്സ് ലോൺ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ഐട്ടൺ നിയോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുമ്പോൾ 2022 മോഡല് ഗ്രാൻഡ് ഐട്ടൺ നിയോസ് കോർപ്പറേറ്റ് എന്നൊരു മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ യൂസ് കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ വിത്ത് 1 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നത് 5,40,000 രൂപയ്ക്കാണ് വേണ്ടി സെയിൽ ചെയ്യുന്നത്. ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ആക്സിഡന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഉണ്ടോ കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ 1 ഇയർ വാറണ്ടി അതർബാൻഡ് വാനായിട്ട് പോലും കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടത്? നമുക്കിതിപ്പോ വെഹിക്കിൾ പ്രൈസിന്റെ 22 മോഡലായത് നമുക്ക് വെഹിക്കിൾ പ്രൈസിന്റെ ഒരു 90% വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം 5 ഇയേഴ്സ് വരെ ലോൺ കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ല? നമുക്ക് ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ സ്പീക്കേഴ്സുകളൊക്കെ വരുന്നുണ്ട്. 2 എയർ ബാഗ്, ABS, റിവേഴ്സ് സെൻസറും വരുന്നുണ്ട്. ലുക്ക് വൈസ്, മൈലേജ് വൈസ്, അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതി ബലേനോ. നല്ലൊരു ക്വാളിറ്റി വെഹിക്കിൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ഡീറ്റെയിൽസ് അതിന് വരുന്നത്?
ഇത് വരുമ്പോൾ 2018 മോഡൽ ബലേനോ ഡെൽറ്റയാണ്. സെക്കൻഡ് യൂസർ, കിലോമീറ്റർ 48,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. ഏതാ വേരിയന്റ് ഏതാണ്? ഇത് വരുമ്പോൾ വേരിയന്റ് ഡെൽറ്റയാണ്, മിഡിൽ വേരിയന്റ് ആണ്. പക്ഷേ അഡീഷണൽ കുറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൊജക്ട് ലാമ്പ് ഇത് DRL ചെയ്തിട്ടുണ്ട്, അലോയ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ലുക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനും പറ്റുന്നുണ്ട്. ഇനി അറിയേണ്ടത് വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ്. ഇതിന്റെ പ്രൈസ് വിത്ത് 1 ഇയർ വാറന്റി നമുക്ക് ഒരു 565 വണ്ടി ഇറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 1 ഇയർ വാറന്റി കൊടുക്കുമ്പോൾ തന്നെ അറിയാം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന മാരുതിയുടെ വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോൾ 2016 മോഡൽ വാഗനർ VXi ഫുൾ ഓപ്ഷൻ ആണ്, മാനുവൽ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ കിലോമീറ്റർ ഓടിക്കുന്ന 1,04,000 ആണ്. സെക്കൻഡ് യൂസർ വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല. കിലോമീറ്റർ 1,04,000 ആയിട്ടുള്ളൂ. കുറച്ച് കിലോമീറ്റർ ഓടുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് പ്രൈസ് വന്നത് 290 ആണ് പ്രൈസ് വന്നത്. 2,90,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റം ലോൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ വന്നത് പോപ്പുലർ ട്രൂ വാല്യൂ, കാക്കനാട്, എറണാകുളം.